ശബ്ദത്തെ എങ്ങനെ ഗംഭീരമാക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രാസംഗികർ, പ്രഭാഷകർ, അധ്യാപകർ, ഗായകർ തുടങ്ങിയ എല്ലാവർക്കും നിത്യോപയോഗപ്രദമാണ് ശബ്ദം. ഒരു ശബ്ദത്തെ മനോഹരമാക്കാം, ഒരു ശബ്ദത്തെ എങ്ങനെ നാദമാക്കാം, അത് നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു ബ്രീത്തിങ് എക്സർസൈസിലൂടെയാണ് നമുക്കിതിനെ മനോഹരമാക്കുവാൻ ഇന്ന് പഠിക്കുന്നത്. 4 ബീറ്റ് വരെ നമുക്ക് ശ്വാസം അകത്തേക്ക് എടുക്കുകയും അത് പുറത്തേക്ക് വിടുമ്പോൾ നമ്മൾക്ക് ഒരു 6 ബീറ്റ് 8 ബീറ്റ് വരെ നമുക്ക് എടുക്കാം. 1 2 3 4 5 6 7 8 അങ്ങനെ ദീർഘമായിട്ട് നമുക്കത് പുറത്തേക്ക് വിട്ട് പരിശോധിക്കാം. അപ്പോൾ ഇത് കൂടാതെ നമ്മൾ ഒരുപക്ഷെ ശ്വാസം അകത്തേക്ക് വലിക്കുന്നു, എല്ലാവരും സാവകാശം അത് പുറത്തേക്ക് വിടുന്നു, വീണ്ടും ഒരു ദീർഘശ്വാസം അകത്തേക്ക്, സാവകാശം പുറത്തേക്ക്, വീണ്ടും ഒരു ദീർഘശ്വാസം അകത്തേക്ക്, സാവകാശം ഒരു 8 ബീറ്റ്, ഔട്ട് 2 3 4 5 6 7 8 ഇങ്ങനെ പല പ്രാവശ്യം നമുക്ക് ആവർത്തിച്ച് ചെയ്യാവുന്നതാണ്. ശബ്ദത്തെയാണ് നമ്മൾ എങ്ങനെ മനോഹരമാക്കാം എന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെയാണ്. ഒരു ശ്വാസം നമ്മൾ അകത്തേക്ക് എടുത്തതിന് ശേഷം അത് പുറത്തേക്ക് വിടുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഹം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനൊന്ന് കാണിക്കാം. ദീർഘമായ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ആദ്യം നിങ്ങൾ സ്വസ്ഥമായ ഒരു സ്ഥലത്തിരിക്കുക. അവിടെ നിങ്ങൾക്ക് ചമ്രം അണിഞ്ഞിരിക്കാം, അതല്ല വജ്രാസനത്തിലിരിക്കാം, അല്ലെ സാധാരണ രീതിയിലും ഇരിക്കാം. ഇരുന്നു കൊണ്ട് ശുദ്ധമായ ഒരു ശ്വാസം നമ്മൾ അകത്തേക്ക് അത് പുറത്തേക്ക്, അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രക്രിയ. അപ്പൊ നമുക്ക് പ്രാണായാമം, ഭസ്ത്രിക പ്രാണായാമം, ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്കറിയാമെങ്കിൽ തന്നെ ഇത് അതിനു വേണ്ടിയുള്ളതല്ല. ഇത് നമുക്ക് നല്ല ഒരു ശബ്ദ ഗുണം ഉണ്ടാക്കുന്നതിന്, നല്ലൊരു വോയിസ് കൾച്ചർ, വോയിസ് സ്റ്റാമിന, സൗണ്ട് ക്വാളിറ്റി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വസ്ഥമായ ഒരു സ്ഥലത്താണ് ഇരിക്കേണ്ടത്. ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു മുദ്ര, ചിന്മുദ്ര പോലെ ഏതെങ്കിലും ഒരു മുദ്ര പിടിച്ച് മുട്ടിന്റെ മുകളിൽ വച്ചുകൊണ്ട് നേരെ നട്ടല് നിവർന്നിരുന്നോട് ശ്വാസം അകത്തേക്ക് വലിക്കാം. 4 ബീറ്റ് ശ്വാസം അകത്തേക്ക് എടുക്കാം, ഏകദേശം 4 സെക്കൻഡ്. ഇനി അത് 6 സെക്കൻഡോ അല്ലെ 8 സെക്കൻഡോ അത് പുറത്തേക്ക് പോകാം. ഇത് നിങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ചതിന് ശേഷം ഇനിയാണ് സൗണ്ട് ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് ഹം ചെയ്യുക. ഒരു ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുമല്ലോ, ഈ സമയത്ത് ഹം ചെയ്യണം. അത് 3 രീതിയിലാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതിൽ ഒന്ന്, ഒരു രീതി. ഇത് 2-3 പ്രാവശ്യം നമുക്ക് വീണ്ടും ചെയ്യാം. വീണ്ടും ചെയ്യാം. ഇനി ഈ നാദത്തെ നമ്മൾ ഇൻ പറയുമ്പോൾ നാക്ക് എവിടെയാണ് നിങ്ങൾ നോക്കണം. ഇൻ നോക്കാം. ഒരു ശ്വാസകത്തേക്ക് വലിക്കും എല്ലാവരും. ഇൻ, വീണ്ടും ഇൻ, വീണ്ടും ഒരിക്കൽ കൂടി ഇൻ, ഇനി അടുത്തത് ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് പറയുന്ന സമയത്ത് നാക്ക് എവിടെയൊക്കെയാണ് തട്ടുന്നത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. വീണ്ടും ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് സൗണ്ട് ഫെയ്ഡ് ഔട്ട് ആക്കുന്നത് വളരെ നന്നായിരിക്കും. ഒരിക്കൽ കൂടി
ഈ സമയത്തൊക്കെ വൈബ്രേഷൻസ് എവിടെയൊക്കെയാണ്, മുഖത്താണോ എവിടെയൊക്കെ ആണെന്ന് നമ്മൾ സ്വയം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ശരീരത്തിന്റെ അല്ലെ മുഖത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങൾ അത് വൈബ്രേഷൻ, ഇനിയുള്ള കാലം വൈബ്രേഷൻ ഫ്രീക്വൻസി അറിഞ്ഞിരുന്നേ പറ്റൂ. അതുകൊണ്ട് നിങ്ങളുടെ വൈബ്രേഷൻസ് മനസ്സിലാക്കാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി ഫസ്റ്റ് സെക്കൻഡ് ഇൻ 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 അടുത്തത് ഗായകർക്ക് വളരെ അത്യാവശ്യമാണ്, പ്രാസംഗികർക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. അധ്യാപകരുടെ പല പ്രാവശ്യം അവർ വോക്കൽ കോഡ് തകർന്നു പോകുന്നുണ്ട്. അധ്യാപകർ ഇത് പ്രാക്ടീസ് ചെയ്താൽ അവരുടെ ശബ്ദത്തെ നിയന്ത്രിക്കുവാനും നല്ല സൗണ്ട് ക്വാളിറ്റി കൂട്ടുവാനും നല്ലതാണ്. അടുത്തത് പ്രഭാഷകർ, ആത്മീയ പ്രഭാഷകർ, ആധ്യാത്മിക പ്രഭാഷകർ എല്ലാവർക്കും വേണ്ടുന്ന ഒരു ശബ്ദ ഗുണമാണ് ഇന്ന് നമ്മൾ അല്പസമയം കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യണം. ശബ്ദത്തെ ഇങ്ങനെ നാദമാക്കുക, നാദത്തെ നമ്മൾ വാക്കുകളാക്കുക, വാക്കുകളെ വാചകങ്ങളാക്കുക, വാചകങ്ങളെ കവിതകളാക്കാം, ഗാനങ്ങളാക്കാം. അങ്ങനെ മുന്നോട്ട് വളരെ സന്തോഷപ്രദമായിട്ട് മുന്നോട്ട് പോകുവാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.